ഗ്രീൻ ചില്ലീസ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ തൊടിയിൽ കുറച്ച് കൂവക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. അതിനെ ഇപ്പോൾ ഞാൻ കിളച്ചെടുക്കാൻ പോവുകയാണ്. ആരോ റൂട്ട് എന്നറിയപ്പെടുന്ന കൂവക്കിഴങ്ങിന് ഏറെ ഗുണങ്ങളുണ്ട്. ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഇത് വളരെ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്ക് ഇതിൻ്റെ മാവ് കുറുക്കുണ്ടാക്കാൻ ഉപയോഗിക്കാം. ഈ കൂവക്കിഴങ്ങിനെ പുഴുങ്ങി കഴിക്കാൻ നല്ല രുചിയാണ്. ഇതാ ഞങ്ങൾ കുറച്ച് കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികൾ പുഴുങ്ങിയാൽ കഴിക്കാറില്ല. അവർക്ക് വേണ്ടി ഈ കിഴങ്ങ് ഉപയോഗിച്ച് ഇന്ന് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി ഈ കിഴങ്ങ് നന്നായി കഴുകി മുറിച്ചെടുക്കുക. 4-5 ഈന്തപ്പഴം കുരുകളഞ്ഞ് എടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും എടുക്കുക. 3-4 മുട്ടയും കൂടെ ആവശ്യമുണ്ട്. നേരത്തെ മുറിച്ച് വെച്ച കൂവക്കിഴങ്ങിനെ അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. മക്കളെ, ഗ്രീൻ ചില്ലീസ് ഫുഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഈ കൂവക്കിഴങ്ങിൻ്റെ ചാറ് കുറുക്കിയെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്ത് വീണ്ടും കുറുക്കുക. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ കുറുക്കുണ്ടാക്കിയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡോ ബന്നോ ആണ്. ഞങ്ങളിപ്പോൾ ഇതിൽ ചേർക്കുന്നത് ബിസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ബിസ്ക്കറ്റ് അലിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി പാൽ ചേർത്തുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ച് സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. അതിന് ശേഷം ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതിന് വേണ്ടി വെള്ളം അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു വാഴയിലയെടുത്ത് അതിലേക്ക് നെയ്യ് പുരട്ടാം. ഇത് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ഇല താഴ്ത്തി വെക്കുക. ഇവിടെ മണത്തിന് വേണ്ടി വാനില എസൻസ് ചേർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഏലക്ക ചേർത്താം. പഞ്ചസാര പാവ് വാഴയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരത്തെ എടുത്തു വെച്ച ഈന്തപ്പഴവും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി എടുക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. അടിപൊളി രുചിയുള്ള കുവ കേക്ക് റെഡിയായി. അപ്പോൾ മക്കളെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.